സിനിമാ കോൺക്ലേവിനിടെ നടത്തിയ പരാമർശങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉറച്ചു നിൽക്കുകയാണ്. മുൻ പരിചയമില്ലാത്തവർക്കാണ് സിനിമ എടുക്കാൻ സർക്കാർ പണം നൽകുന്നത്. ഇവർക്ക് പരിശീലനം നൽകണമെന്നാണ് താൻ ഉദ്ദേശിച്ചത്. 1.5 കോടി രൂപയുണ്ടെങ്കിൽ 3 പേർക്ക് സിനിമ എടുക്കാം. അധിക്ഷേപ പരാമർശമുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. വിമർശനമുയർത്തിയ ഗായിക പുഷ്പവതി പൊയ്പ്പാടത്ത് എങ്ങനെ കോൺക്ലേവിൽ എത്തിയെന്നത് പരിശോധിക്കണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആക്ടിവിസ്റ്റ് ദിനു വെയിൽ നമുക്കൊപ്പമുണ്ട്. ഒപ്പം സജി നന്ദിയാട്ട് നിർമ്മാതാവിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ദിനു വെയിലേക്കാണ്. ദിനു, അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതികരണത്തിനെതിരെ വിമർശന സ്വരങ്ങളാണ് കൂടുതലായും സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. ചിലർ ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ അടൂരിനെ അനുകൂലിച്ചുകൊണ്ട് അല്പം അദ്ദേഹം വീണ്ടും വിശദീകരിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സദുദ്ദേശപരമായിരുന്നു തന്റെ പ്രസംഗം എന്ന തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? എങ്ങനെയുള്ള നടപടിയാണ് ഈ പരാമർശങ്ങൾ ഉണ്ടാകേണ്ടതെന്നാണ് താങ്കൾ നിയമപരമായി ആഗ്രഹിക്കുന്നത്? ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ഒരുപക്ഷെ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതികളെ മെച്ചപ്പെടുത്താമെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ആ പദ്ധതികളിൽ കറപ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നുള്ള കാര്യമോ വസ്തുതാപരമായി പറയുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രത്യേക വിഭാഗത്തിൽ ഇന്ത്യയിലെ മാർജിനലൈസ് വിഭാഗമായിട്ടുള്ള SC/ST വിഭാഗത്തിന് കൊടുക്കുന്ന ഫണ്ട്, ആ ഫണ്ട് അഴിമതിക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്ത് SC/ST എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ മനുഷ്യർ അഴിമതി നടത്തുന്ന ആളുകളാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആ പരാമർശം മാറുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് SC/ST അട്രോസിറ്റി ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫണ്ട് നൽകുന്ന ആളുകൾ അത് ഫണ്ട് കൊടുക്കുന്നു, അത് എടുക്കുന്നു, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് സർക്കാർ ഫണ്ടാണെന്നും പൊതുഖജനാവിലെ ഫണ്ടാണെന്നും അവരെ പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ SC/ST വിഭാഗത്തിലെ ആളുകൾ ഏതെങ്കിലും വ്യക്തിയെ പഠിപ്പിക്കണം എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത്. SC/ST വിഭാഗത്തിലെ ആളുകൾക്ക് സർക്കാർ ഫണ്ടുകളെ കുറിച്ചോ ഇത് വിനിയോഗിക്കുന്നതിനെ കുറിച്ചോ കൃത്യമായ അവബോധമില്ലെന്നോ നമ്മൾ ഹോണസ്റ്റ് അല്ലെന്നോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ 2 പരാമർശങ്ങളും നടത്തിയിട്ടുള്ളത്. ഈ 2 പരാമർശങ്ങളും SC/ST അട്രോസിറ്റി ആക്ടിന്റെ പർവ്യൂവിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈമാ ഫേഷ്യേ ഈ കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയായിരിക്കും സംസ്ഥാന SC/ST കമ്മീഷൻ ഈ വിഷയത്തിനകത്ത് ജില്ലാ പോലീസ് മേധാവി തിരുവനന്തപുരത്തിനോട് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ അടൂരിൻ്റെ മനസ്സിലെ സവർണ ബോധം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്നു എന്നതിൻ്റെ ഒരു ചിഹ്നമാണ് ഇന്ന് അദ്ദേഹം നടത്തിയുള്ള പത്രസമ്മേളനം എന്ന് പറയുന്നത്. നോക്കൂ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ ബോഡി ആയിട്ടുള്ള കേരളത്തിൻ്റെ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ പോസ്റ്റിലിരിക്കുന്ന, കഴിഞ്ഞ 10-20 വർഷമായി മലയാള സിനിമാ ഗാനരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനും പൊയ്കെ അച്ഛനും അടക്കമുള്ള ആളുകളുടെ ഗാനങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള, വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള, വളരെ കേരളം ആദരിക്കുന്ന ഒരു സംഗീതജ്ഞയെക്കുറിച്ച്, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എന്ത് തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? വഴിയിലൂടെ പോകുന്നവർക്ക് ഇത് ചന്തയാണോ എന്നും വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് കയറി വരാനുള്ള ഒരു സ്ഥലമല്ല ഇത് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. നോക്കൂ, PK റോസി എന്ന് പറയുന്ന ദളിത് സ്ത്രീയെ ആദ്യം മലയാള സിനിമ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അതേ സവർണ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ് പുഷ്പവതി പൊയ്പ്പാടത്ത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളെ അധിക്ഷേപിച്ചുകൊണ്ട് വഴിയിലൂടെ നടക്കുന്ന സ്ത്രീകൾക്ക് കയറി വരാനുള്ള സ്ഥലമല്ല ഇത് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആരാണ്? പുഷ്പവതി പൊയ്പ്പാടത്തിന്റെ മെറിറ്റ് അളക്കാൻ വേണ്ടി ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹത്തിന്റെ കയ്യിലാണോ ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ കഴിവിനെ കുറിച്ചുള്ള മെറിറ്റ് അളക്കുന്ന മെഷീൻ ഇരിക്കുന്നത്? വളരെ പ്രസംഗത്തിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമ നിർമ്മിക്കാൻ സംവിധാനത്തിന് വേണ്ടി പണം നൽകുമ്പോൾ, അത് പൊതുപണം നൽകുമ്പോൾ ആ പണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അവർക്ക് ഈ സിനിമ ചെയ്യാൻ അറിയാമോ എന്ന ചോദ്യമാണ്. അതിങ്ങനെ ഒരു വിഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് ഒപ്പം സ്ത്രീകൾക്ക് പണം നൽകുമ്പോൾ അവർക്കും ഇതിന് കേപ്പബിൾ ആണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് എന്നത്. അതിനൊപ്പം തന്നെയാണ് അങ്ങ് പറഞ്ഞ ഈ സംഗീതജ്ഞക്കെതിരായ വിമർശനവും ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങയിലേക്ക് വരാം. ശ്രീ സജി നന്ദിയാട്ട്, അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ അതൊരു വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സവർണബോധം അറിയാതെ പുറത്തു വന്നതുകൊണ്ടാണ് എന്താണ് ദിനുവയിൽ നൽകിയ പരാതിയുടെ ഉള്ളടക്കം. ആ നിലയിൽ തന്നെയുള്ള വിമർശനങ്ങളാണ് മുൻനിര സംവിധായകരുടെ ഉൾപ്പെടെ കമലിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വന്നത്. ആ വിമർശനങ്ങൾ ശരിയല്ലേ ശ്രീ സജി നന്ദിയാട്ട്? അല്ല, ഞാൻ ശ്രീ അടൂർ സാറിന്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് അങ്ങനെ അദ്ദേഹം ഒരു എന്താ പറയാ എന്തെങ്കിലും ലക്ഷ്യത്തോടുകൂടി സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പ്രസംഗത്തിൽ അദ്ദേഹം എവിടെയും
മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അവർക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നല്ല സിനിമയായി പുറത്തു വരുമ്പോൾ ഇത് പൊതു ഖജനാവിൽ നിന്നും നമ്മുടെ നികുതി പണത്തിൽ നിന്നുള്ള പണമാണ്. അത് വിനിയോഗിക്കുമ്പോൾ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം, അതിനുവേണ്ടി നല്ലൊരു ട്രെയിനിങ് അവർക്ക് ലഭിക്കണമെന്ന ഉദ്ദേശം മാത്രത്തിലാണ് ഞാൻ കണ്ടത്. അല്ല, അങ്ങ് തുടർന്നോളൂ. ഒറ്റ പോയിന്റ് ചൂണ്ടിക്കാണിക്കട്ടെ. ഒരു പോയിന്റ് വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ചൂണ്ടിക്കാണിക്കട്ടെ. ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകൾക്ക് അതിൽ മുൻപരിചയമുണ്ടോ? അവർക്ക് ഈ ജോലി നന്നായി അറിയാമോ? ഞാൻ ഈ സിനിമയിൽ 60 വർഷമായി സിനിമാ മേഖലയിൽ നിന്ന് ആർജിച്ചെടുത്ത എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എന്നത് അദ്ദേഹം പറയുന്നത് ശരിയാണ്, അതിനെ അംഗീകരിക്കാൻ കഴിയും. അതേസമയം തന്നെ അത് ഒരു വിഭാഗത്തിലേക്ക് ചുരുക്കി. അപ്പോൾ ഒരു മുൻവിധി അദ്ദേഹത്തിനുണ്ടോ? ഇത്തരം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്ന, സമൂഹത്തിൽ കീഴ്ത്തട്ടിൽ നിൽക്കുന്ന, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയില്ല, അവർക്ക് പറ്റിയ ജോലിയല്ല എന്നൊരു മുൻവിധി അറിയാതെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്നുകൂടിയിട്ടുണ്ടോ? അതാണ് വിമർശനമായി വരുന്നത്. അത് ഇന്ന് അദ്ദേഹം വീണ്ടും വിശദീകരിക്കുമ്പോഴും അക്കാര്യത്തിലുള്ള തന്റെ നിലപാട് തുടരുന്നതാണ് കണ്ടത്. അല്ല, അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോ എന്തിനും ജാതി മതം പറയുന്നതിനോട് യോജിപ്പുള്ള ഒരാളല്ല വ്യക്തിപരമായി ഞാൻ. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വർഗമേ ഉള്ളൂ, ഒരു ജാതിയേ ഉള്ളൂ, 2 വർഗമേ ഉണ്ട്, ആണും പെണ്ണും. അതല്ലാതെ മറ്റൊരു തരത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. അദ്ദേഹം പറഞ്ഞ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് തർക്കിക്കാം, യോജിക്കാം, വിയോജിക്കാം, അത് നിങ്ങളുടെ ജനാധിപത്യ അവകാശം, ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു ഇന്ന വിഭാഗത്തിന് മാത്രം സിനിമ ചെയ്യാൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇത് പൊതു ഖജനാവിൽ നിൽക്കുന്ന ഫണ്ടാണ്. അവർക്ക് സിനിമ ചെയ്യുമ്പോൾ അവർക്കൊരു നല്ല ട്രെയിനിങ്ങോട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ്, നല്ലൊരു ക്രിയേറ്റിവിറ്റി, നല്ലൊരു സിനിമ അവിടെ ഉണ്ടാവുമെന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം അതിനകത്ത് ഒരു വരി പോലും വിടാതെ മുഴുവൻ ശ്രദ്ധിച്ച ഒരാളെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ല, എല്ലാവർക്കും പരിശീലനം എന്നത് സ്വീകാര്യമാണ്. എല്ലാ വിഭാഗം, ഇപ്പോൾ സിനിമ ചെയ്യാൻ എത്തുന്ന ആളുകൾക്കൊക്കെ പരിശീലനം എന്നത് നല്ല കാര്യമാണ്. പക്ഷെ അത് ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അവിടെ ഒരു മുൻവിധിയല്ലേ പ്രകടമാകുന്നത്? ഇവർക്ക് ഇതൊന്നും അറിയില്ല എന്നൊരു മുൻവിധിയല്ലേ അവിടെ പ്രകടമാവുക? അത് തിരുത്തപ്പെടേണ്ടതായിരുന്നില്ലേ? ആ വാചകം തിരുത്തപ്പെടേണ്ടതായിരുന്നില്ലേ? വിഭാഗം എന്ന് പറഞ്ഞില്ലല്ലോ, അവിടെയാണ് തെറ്റ്. അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലൊരു ആൾക്കാർക്ക്, പിന്നോക്ക വിഭാഗക്കാർക്ക് ആർക്കും സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ കാറ്റഗറിയിലേക്ക് വരുന്നവരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. നമ്മളെന്തിനാണ് ഇല്ലാത്ത കാര്യം അതിനകത്ത് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത്? നമുക്കെന്താ വേണ്ടത്? നമുക്ക് വിവാദം. നമുക്കെന്താ വേണ്ടത്? നമുക്ക് പ്രശ്നം ഉണ്ടാക്കല്. അതല്ലല്ലോ ശരി. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ എന്താണ് ഒരു ഓറിയന്റേഷൻ ക്ലാസ്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങൾ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനില് അല്ലെങ്കിൽ ഞങ്ങളുടെ ചേംബറില് ഒരു പ്രൊഡ്യൂസർ വരുമ്പോ അദ്ദേഹം ഏത് ജാതിക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഞങ്ങൾ അദ്ദേഹത്തെ ഒരു ക്ലാസ് എടുക്കാറുണ്ട്. സിനിമയെ കുറിച്ച് അറിയാമോ? സിനിമാ മേഖലയിൽ നിങ്ങൾ പണം മുടക്കുമ്പോൾ ഏതൊക്കെ മേഖലയെ കുറിച്ച് അറിയാം? നിങ്ങൾ പീസ്ഫുൾ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാറില്ലേ? അപ്പൊ ഞങ്ങളിവിടെ ഏതെങ്കിലും ജാതി പറഞ്ഞില്ല. ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ ജാതിയില്ല, സിനിമയ്ക്ക് ജാതിയില്ല, മതമില്ല. സിനിമയ്ക്ക് 3 അക്ഷരമേ ഉള്ളൂ, സി നീ മ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതിൽ ഏതിലും തൊട്ടതിലും പിടിച്ചാലെല്ലാം ജാതി കാണുന്ന അവസ്ഥ വളരെ മോശമാണ് നമ്മുടെ സമൂഹത്തിൽ. കാരണം ജാതി തിരിച്ച് നമ്മൾ ആരെയും കാണാൻ പാടില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആരാണ്? ഒരു വിശ്വവിഖ്യാതനായ ഡയറക്ടറാണ്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ലോക സിനിമാ ചരിത്രത്തിൽ, ലോക സിനിമാ ഭൂപടത്തിൽ അദ്ദേഹത്തിന് എന്നും അടയാളപ്പെടുത്തുന്ന ഒരു പേരുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ഇന്ന ജാതിക്കാരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇടയിൽ, അവരുടെ ഇടയിൽ നിന്നും, അല്ലെങ്കിൽ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള നല്ല 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 സംവിധായകർ, നല്ല പ്രതിഭകൾ ഉണ്ടാവണം. അവർക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് വേണമെന്ന് പറയുന്നതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല സാർ, ക്ഷമിക്കണം. ശ്രീ ദിനുവേൽ, ഇപ്പോൾ ഒരു വ്യാഖ്യാനം മാത്രമാണിത്. ഒരു പൊതുവായ നന്മയെ ഉദ്ദേശിച്ച് നടത്തിയ വളരെ പോസിറ്റീവായ ഒരു പ്രതികരണം എന്താണ്? അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തെ, അദ്ദേഹം ഒരു മഹാനായ സംവിധായകനാണ്, അദ്ദേഹത്തിന്റെ സിനിമകൾ ലോകം കണ്ടതാണ്, അക്കാര്യത്തിലൊന്നും ആർക്കും പൊതുവിൽ തർക്കമില്ലാത്ത കാര്യവുമാണ്. അദ്ദേഹം പറഞ്ഞതൊരു പൊതുവായ കാര്യമാണ്, പൊതു നന്മയെ ഉദ്ദേശിച്ചാണ്. സിനിമയിൽ ജാതിയും മതവുമില്ല, സിനിമ എന്ന 3 അക്ഷരം മാത്രമേ ഉള്ളൂ. ആ വാക്കിൽ ജാതിയും മതവും ഇല്ല എന്നാണ് ശ്രീ സജി നന്ദിയാട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ വളരെ ലഘുവായി കണ്ടുപോകാൻ കഴിയുമോ? സമൂഹശാസ്ത്രപരമായിട്ട് ഇന്ത്യയിലെ ജാതീയമായ അസമത്വത്തെക്കുറിച്ച് ശ്രീ സജി നന്ദിയാട്ടിന് അറിവില്ലാത്തതിൽ ഞാൻ അദ്ദേഹത്തിനോട് സഹതപിക്കുകയാണ് ചെയ്യുന്നത്. സിനിമയ്ക്കകത്ത് സിനിമ എന്നുള്ള 3 അക്ഷരമാണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് വരുന്ന ആളുകൾ ജാതി പേരുകൾ പേരിനൊപ്പം വെക്കുകയും പേരിനൊപ്പം ഇല്ലാതിരുന്ന ജാതി പേരുകൾ ഇടുകയും
പലപ്പോഴും ദളിത് കഥാപാത്രങ്ങളെ വെള്ളപൂശി സവർണ സമുദായത്തിലെ ആളുകൾ അവതരിപ്പിക്കുകയും ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകൾ ജാതി അധിക്ഷേപം നേരിടുകയും ഒന്നും ചെയ്യേണ്ടി വരികയില്ലല്ലോ. അപ്പോൾ സി നീമ എന്ന് മാത്രമല്ല, സിനിമയ്ക്കൊപ്പം അത്യാവശ്യം നല്ല ജാതിവാലികളൊക്കെ ഉള്ള ഒരു സ്പേസ് തന്നെയായിട്ടാണ് മലയാളം ഇൻഡസ്ട്രി നിലനിന്നിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞതിനെ അല്ല ഇവിടെ പ്രശ്നവൽക്കരിക്കുന്നത്. വളരെ കൃത്യമായി കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് തുക കൊടുക്കുന്ന സമയത്ത് അത് അഴിമതി ഉണ്ടാക്കാൻ വഴിയുണ്ട് എന്ന് പറയുന്നത് ഒരു സമുദായത്തെക്കുറിച്ചുള്ള മുൻവിധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം പണം കൊടുക്കുന്നു, അത് എടുത്തു കൊണ്ടുപോകുന്നു, അത് പബ്ലിക് ഫണ്ടാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് പറയുന്ന സമയത്ത് ആ വിഭാഗങ്ങൾ പബ്ലിക് എക്സ്ചക്കറിന് പൈസ എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് യാതൊരു അവബോധവും ഇല്ലാത്ത മനുഷ്യരാണ് എന്നുള്ള രീതിയിലാണ് ആ പരാമർശം വരുന്നത്. ഇത്തരത്തിൽ രണ്ട് പരാമർശങ്ങൾക്കും അടൂർ ഗോപാലകൃഷ്ണൻ തെളിയിക്കട്ടേന്ന്. എങ്ങനെയാണ് SC/ST വിഭാഗത്തിന് ഫണ്ട് കൊടുക്കുമ്പോൾ അഴിമതി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ തെളിയിക്കട്ടെ എന്ന്. ഈ വിഭാഗത്തിലെ ജനങ്ങൾ ടാക്സിനെ കുറിച്ചിട്ടോ പബ്ലിക് എക്സ്ചക്കറിന് പൈസ ഉപയോഗിക്കുന്നതിനെ കുറിച്ചോ ബോധമില്ലാത്ത മനുഷ്യരാണെന്നും അതുകൊണ്ട് ബോധവൽക്കരിച്ചതാണെന്നും അദ്ദേഹം അങ്ങോട്ട് തെളിയിക്കട്ടെ എന്ന്. ഇത് വളരെ നിഷ്കളങ്കമായി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണെന്നും അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് യാതൊരു അക്കൗണ്ടബിലിറ്റിയും എടുക്കണ്ട എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥ ജാതിവാദം മനസ്സിൽ പേറുന്ന ആളുകൾ എന്ന് പറയുന്നത്. ശ്രീമതി ശ്രുതി ശരണ്യം കൂടി സംവിധായക നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ശ്രുതി, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ, പ്രസംഗത്തിലെ പരാമർശത്തിനെതിരെ എതിർപ്പിന്റെ സ്വരത്തിനാണ് കട്ടി കൂടുതൽ. പക്ഷേ അതേസമയം സിനിമാ മന്ത്രി പറയുന്നത് അതിനെ ഇങ്ങനെ വിവാദമാക്കേണ്ടതില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ബ്ലസ്സിയെ പോലുള്ള സംവിധായകർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സംസാരിച്ച സജി നന്ദിയാട്ട് അത്തരമൊരു വിശാലാർത്ഥത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തെ അപകീർത്തിപ്പെടുന്ന തരത്തിലോ അതില്ലെങ്കിൽ ആ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു മുൻവിധി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അത് പുറത്തേക്ക് വന്നതാണ് എന്ന തരത്തിലും അല്ല പറയുന്നത്. താങ്കൾക്ക് എങ്ങനെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അനുഭവപ്പെട്ടുള്ളത്? ജാതി എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നുണ്ടോ? അടൂർ ഗോപാലകൃഷ്ണന്റെ വളരെ മുതിർന്ന വിഖ്യാതനായ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏത് തരത്തിൽ കാണാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ ഒരു ഫണ്ടിന്റെ ഒരു ബെനഫിഷ്യറിയാണ്. ഈ ഫണ്ട് ലഭിച്ച ഒരു സംവിധായികയാണ്. എനിക്ക് കിട്ടിയത് പക്ഷേ സ്ത്രീകളുടെ വിഭാഗത്തിലാണ്. അപ്പം എനിക്ക് സംസാരിക്കാൻ കഴിയുക ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഒരു പ്രഖ്യാപനം ഞാൻ വളരെ വൈകിയാണ് അത് കേൾക്കുന്നത്. ഞാൻ അവിടെ കോൺക്ലേവിൽ ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ വിദേശത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കോൺക്ലേവിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ മീഡിയ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിയുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിന്റെ പൂർണ്ണരൂപം കേൾക്കാതെ എനിക്കിതിൽ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു എനിക്ക്. പിന്നീട് ഞാൻ ഈ ഒരു സ്പീച്ചിന്റെ പൂർണ്ണരൂപം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് എനിക്കതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നത്. അതായത് അദ്ദേഹം വളരെ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ഒരു എന്താ പറയാ, വളരെ ബയസ്ഡ് ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ആ ഒരു വാക്കുകളിൽ നിന്ന് തോന്നി. ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാമല്ലോ, ആ പറഞ്ഞ രീതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് അദ്ദേഹം തിരുത്തേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞ പല വാക്കുകളോടും ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ പോലുള്ള സംവിധായകർക്ക് ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ ഫണ്ട് അലൊക്കേഷനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, അതിപ്പോ KSFDC ഏത് രീതിയിലാണ് ഈ ഫണ്ട് വിനിയോഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണയില്ല. കാരണം ഞങ്ങൾ ഫിലിം മേക്കേഴ്സ് മാത്രമാണ്. ഞങ്ങൾ അതിന്റെ ഫണ്ടിന്റെ ഒരു അലൊക്കേഷനിലോ അല്ലെങ്കിൽ വിനിയോഗത്തിലോ പാർട്ടായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ വന്നാലും അതുപോലെ അതിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ചാലും ഒക്കെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ. പക്ഷേ ആ പറയുന്ന രീതി ഉണ്ടല്ലോ, അത് അവതരിപ്പിച്ച രീതി, അതിന് കൃത്യമായ പ്രശ്നങ്ങളുണ്ട്. അതിനകത്തൊരു ജെൻഡർ ആൻഡ് കാസ്റ്റ് ബയസ് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു വിശദീകരണ പോസ്റ്റ് ഇട്ടതും. അത് അദ്ദേഹം തിരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നലിന്റെ പുറത്താണ് ഞാനത് ചെയ്തത്. ഞാനിപ്പോൾ തിരുത്തൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? താങ്കൾ ഇപ്പോൾ ഈ വിഭാഗത്തിലെ ഫണ്ട് ഉപയോഗിച്ച് സിനിമ ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യം വിശദീകരിച്ചതാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഫണ്ട് ഉപയോഗിച്ച് സിനിമ ചെയ്യുന്ന ആളുകളുമായും ബന്ധപ്പെട്ടും ഇപ്പോൾ കൂടുതൽ പരിശീലനം ആവശ്യമാണ്. പലർക്കും ഈ സിനിമ നന്നായി ചെയ്യാൻ അറിയില്ല. മികച്ച ഛായാഗ്രാഹകർ, ക്യാമറാമാൻ ഉള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന സിനിമയാണ്. അത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ആ വിഭാഗത്തിലെ ഫണ്ട് ഉപയോഗിച്ച് സിനിമ ചെയ്ത ആളെന്ന നിലയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് തിരുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയല്ലേ? പക്ഷെ അദ്ദേഹം ഇന്നും ആ പ്രസ്താവന ആവർത്തിക്കുകയായിരുന്നു.
അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു 80 വയസ്സിന് മുകളിൽ പ്രായം ചെന്ന മനുഷ്യര്. അവര് പലരും അവരുടെ മൂല്യബോധങ്ങൾ വെച്ചാണ് പല കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത്. അവനവന്റെ മൂല്യബോധത്തിൽ ഊന്നിയാണ് സംസാരിക്കുന്നത്. ഇവരെ തിരുത്തൽ നമുക്ക് സാധ്യമല്ല, അതാണ് സത്യം. നമ്മൾ ഇവരെ തിരുത്താൻ പോയിട്ടോ അല്ലെങ്കിൽ ഇവരിൽ നിന്നൊരു തിരുത്തൽ എക്സ്പെക്ട് ചെയ്തിട്ടോ കാര്യമില്ല. പക്ഷെ ഈ ഒരു പ്രസ്താവന നടന്നത് ഒരു ഇന്റർനാഷണൽ ഫിലിം കോൺക്ലേവിൽ വെച്ചായതുകൊണ്ടാണ് നമുക്കതിൽ ആശങ്കകൾ തോന്നുന്നത്. അതും അദ്ദേഹത്തെ പോലെ അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ ഇത് ആദ്യമായല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നത്. അപ്പോ ഞാനിപ്പോ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല, ആ ലാഘവത്തോടെ തന്നെയാണ് അതിനെ എടുക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് തന്നെ പുഷ്പചേച്ചിയെ പോലുള്ള ആളുകൾ പ്രതികരിച്ചു, അതിൽ സന്തോഷമുണ്ട്. അങ്ങനെ കുറച്ചുപേര് ആ പറഞ്ഞത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാനുണ്ടായി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നമുക്ക് അവരുടെ അടുത്തു നിന്നൊന്നും ഒരു തിരുത്തലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രായവും അവരുടെ ചിന്താഗതിയും അവരുടെ മൂല്യബോധവും ഒക്കെ മറിച്ചാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊന്നും ഒരു തിരുത്തലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതുവരെയൊക്കെ ഈ കോൺക്ലേവ് നന്നായി നടന്ന ഈ ഒരു അവസാന നിമിഷം ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം അത് എന്തുദ്ദേശത്തിൽ നടത്തിയതാണെങ്കിലും. നന്ദി ശ്രുതി ശരണ്യം, താങ്കളുടെ നിലപാട് വ്യക്തമാണ്, അത് വിശദീകരിച്ച ശ്രീ സജി നന്ദിയാട്ട്. ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു, കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ്, കെ രാധാകൃഷ്ണൻ മുൻ മന്ത്രി MP, ഇവരെല്ലാം അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണങ്ങളിൽ പ്രശ്നമുണ്ട്, പിശകുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എങ്കിൽ അവർക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന തോന്നലിന്റെ ഭാഗമായല്ലേ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇപ്പോൾ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിരിക്കുന്നതും കേസ് വേണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് കെ രാധാകൃഷ്ണന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇതിപ്പോൾ കാര്യങ്ങളെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലെ പ്രശ്നം അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന ചോദ്യമാണ് സംവിധായകർ ഉൾപ്പെടെ ഉയർത്തുന്നത്. ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതല്ലേ ആ പ്രസ്താവനയിൽ കുഴപ്പമില്ലേ എന്നതിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു ഒരു അഴിമതി ഇവിടെ നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം അഴിമതി എന്ന വാക്കോടെ ഉപയോഗിച്ചതായിട്ട് എനിക്ക് അറിയില്ല. നിങ്ങൾ ഇനി കേൾക്കാത്തതാണെന്നറിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? എന്തിനും ജാതി കാണുന്ന നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു മോശപ്പെട്ട ചിന്താഗതി. എന്റെ വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞു, ഞാൻ ജാതി നോക്കി ജീവിക്കുന്ന ആളല്ല. അതുകൊണ്ടാവാം എന്റെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞത്. ഇന്ന ജാതിപ്പെട്ട ആള്, ഇന്ന ജാതി അങ്ങനൊന്നുമില്ല. ഞാനൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. എന്റെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും എന്റെ സ്റ്റുഡൻസ് ആണ്, എന്റെ മക്കളാണ്. ആ ഒരു വ്യൂ പോയിന്റാണ് ഞാൻ എന്നെ കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നല്ല പ്രതിഭകൾ, അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കെന്നെ വ്യാഖ്യാനിക്കാം, നമുക്ക് ഏതിനും ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് ഇതിനകത്തൊരു പ്രശ്നം എന്താ അറിയോ, ഇതൊരു വിവാദമാക്കുക. അദ്ദേഹം പക്ഷേ ഒരിക്കലും അദ്ദേഹം അതിന് കുറച്ച് പാസ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കും. അദ്ദേഹം അവിടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഭാരവാഹിത്വം വഹിക്കുമ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി വഹിക്കുന്ന സമയത്ത് ഒരു സമരം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒത്തിരി കല്ലേറ് കിട്ടുന്ന ഒരു സമയം നമ്മൾ കണ്ടതാണ്. അങ്ങനെയല്ല, അദ്ദേഹം ഇന്നലെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും നിങ്ങളുടെ വ്യൂ ആണ്, ഓരോരുത്തർക്കും ഇന്ന കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം കാണും. എന്റെ അഭിപ്രായം പറയാനാണ് നിങ്ങളെന്നെ വിളിച്ചത്. അത് ജനാധിപത്യത്തിലുള്ള എന്റെ അവകാശം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം ഒരു ജാതീയ നിക്ഷേപം നടത്തിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഞാൻ സംസാരിക്കാനേ. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇതിൽ ട്രെയിനിങ് വേണം, നല്ല പ്രതിഭകൾ ഉണ്ടാവട്ടെ, നല്ല പ്രോഡക്റ്റ് ഉണ്ടാവട്ടെ, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള സിനിമ ഉണ്ടാവട്ടെ എന്ന ഉദ്ദേശമല്ലേ. പിന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ അതിനെ അവധാനതയോടെ കാണുകയാണ്. ഇവിടെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തില് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിനകത്ത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ ഏതെങ്കിലും പിന്നോക്ക ജാതിക്കാരെ അധിക്ഷേപിച്ചെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്ന ആളാ, ഒരു സംശയം വേണ്ട. കാരണം ഓൾ ആർ ഈക്വൽ ബൈ ഓൾ മീൻസ് there is no discrimination on the basis of caste, color, creed, sex, blood, provinces. ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കറാണ്. ഡോക്ടർ ബെന്നി പ്രസാദിനെ പോലെ ബുദ്ധിജീവികൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ലാഹോർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നിയോഗിച്ച കമ്മിറ്റിയിൽ അന്ന് എഴുതിയ ഭരണഘടന അനുസരിച്ച് ഞാനും നിങ്ങൾ ഇവിടെ സുരക്ഷിതമായി ജീവിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ എല്ലാമാണ്. അപ്പൊ അത്തരത്തിലുള്ള ചിന്തിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നല്ല പ്രതിഭകൾ വരട്ടെ, നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു സിനിമയിലേക്ക് ഒരു സംവിധായകൻ അദ്ദേഹം ബ്രാഹ്മണനായിക്കോട്ടെ, അദ്ദേഹം നേരിട്ട് വന്ന് ബ്രാഹ്മണനായതുകൊണ്ട് ഡയറക്ടർ ആകാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം വന്ന് ക്ലാപ്പ് അടിക്കണം. ക്ലാപ്പ് അടിച്ചതിന് ശേഷം അയാൾ അസിസ്റ്റന്റ് ആകുന്നു.
ഒരു പ്രോസസ്സിംഗ് ഉണ്ട് സാർ. ഒരു സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ഞാൻ MA കാരനാണ്, ഞാൻ ഡോക്ടറേറ്റ് ഉള്ളവനാണെന്ന് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റില്ല സാർ. ശരിയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ വാക്കുകളെയും ഒക്കെ എല്ലാവരും ഞാൻ പറയട്ടെ പൊതുവിൽ പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിക്കാതെ പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്നാണ് വിമർശിക്കുന്നവരും പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകളെ ആകെ ആരും തിരസ്കരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ട് ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിച്ചാൽ ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് നടത്താൻ പോയി എന്നെ കറണ്ട് അടിച്ചിരിക്കും. കാരണം എന്താണ്? ഞാൻ കറസ്പോണ്ടൻസ് ആണ് IT പഠിച്ചത്, പക്ഷേ ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിച്ചത്. പക്ഷെ ഞാൻ ചെയ്ത് പഠിച്ചാലോ? അത് എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ ഇവിടുത്തെ പ്രശ്നം? എന്താ അദ്ദേഹം എന്താ പറഞ്ഞത്? നല്ല പ്രതിഭകളെ സൃഷ്ടിക്കാൻ ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനിങ് എങ്ങനെ നമ്മൾ പഠിക്കുന്നത്? ട്രെയിനിങ് എങ്ങനെ പഠിക്കുന്നത്? ശരി, അങ്ങ് നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു. സമയപരിമിതി കൊണ്ടാണ് നിരവധി ഉദാഹരണം. ശ്രീ ദിനുവേൽ, അവസാനമായി ഇപ്പോൾ ഒരു സംവിധായകന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത് എന്നതിന്റെ ഗൗരവം അത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും അത് മനസ്സിലാകാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടോ? മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഇവരൊക്കെ വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ ഈ പരാമർശങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സജി നന്ദേട്ടന് ഒരു പടം പിടിക്കാൻ പണം കൊടുത്തു, അതുവഴി അഴിമതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സജി നന്ദിയാട്ട് പടം എടുത്തു, പൈസ എടുത്തു, അതുകൊണ്ട് ഈ പടം എടുത്തു. സജി നന്ദിയാട്ട് മനസ്സിലാക്കണം ഇത് പബ്ലിക് ഫണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിന്റെ വിഷമവും വേദനയും എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം അൺടിൽ ആൻഡ് അൺലെസ് അദ്ദേഹത്തിനെ അത് ബാധിക്കാത്തോടത്തോളം കാലം ഇതിൽ നിന്നുണ്ടാവുന്ന ഹ്യൂമിലേഷൻ എന്താന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവില്ല. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഷ്ടകാലത്തിന് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു പുസ്തകവും SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്നൊരു ആക്ടൊക്കെ ഇവിടെ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനെതിരെ വിരൽ ചൂണ്ടിയേ മതിയാവൂ. കാരണം വളരെ ചെറുപ്പ കാലഘട്ടം തൊട്ട് നിങ്ങളൊക്കെ കള്ളന്മാരല്ലേ, നിങ്ങളൊക്കെ പൈസ തട്ടാനല്ലേ പദ്ധതികളുടെ മുന്നിൽ വരുന്നത്, നിങ്ങൾക്കൊക്കെ എന്ത് മെറിറ്റാണ് ഈ സമൂഹത്തിലുള്ളത് എന്നൊക്കെ നിരന്തരം കേട്ട് അധിക്ഷേപം ഏൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഏത് ഫോമിൽ ജാതീയത സംസാരിച്ചാലും അത് തിരിച്ചറിയാനുള്ള അവബോധവും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ ആര് നടത്തിയാലും അതിനെതിരെ കൈ ചൂണ്ടുക തന്നെ ചെയ്യും. ശരി, നന്ദി ശ്രീ ദിനു വെയിൽ. ഒപ്പം ശ്രീ സജി നന്ദിയാട്ട്, ശ്രീമതി ശ്രുതി ശരണ്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വിമർശനങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരെ കൂടുതലായി നമ്മൾ ഈ ദിവസം കേട്ടത്. അതേസമയം തന്നെ അദ്ദേഹം വിശാലാർത്ഥത്തിൽ പറഞ്ഞതാണ് എന്ന പ്രതികരണവും നമ്മൾ കേട്ടിരുന്നു. ഏതായാലും ചർച്ചകൾ നടക്കട്ടെ. സിനിമാ മേഖലയ്ക്ക് വളരെ പോസിറ്റീവായ ഒരു ഇടം ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊപ്പം തന്നെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കാം, ഏതൊക്കെ തരത്തിൽ മാറിയ കാലത്ത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കണം എന്നതിലുമൊക്കെ ചർച്ചകൾ നടക്കട്ടെ.